ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്ന് മൂന്നാമത്തെ സെഷനാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോണേ. സാറ് എന്താണ് അറീനിയസ് ഇക്വേഷൻസിനെ പറ്റിയിട്ട് പിന്നെ അതിന്റെ പ്രോബ്ലംസും എല്ലാം നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യും. പിന്നെ നാളെ നമുക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെഷനാണ്. സോ നിങ്ങൾക്ക് KPVU കൃഷ്ണപ്രിയ എന്ന് പറയുന്ന മിസ്സാണ് ക്ലാസ് എടുക്കുന്നത്. 2 കൃഷ്ണപ്രിയ എന്ന് പറയുന്ന ടീച്ചേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. സോ ഒന്ന് ഓക്കെ, മോർണിംഗ് അതിലൊന്ന് ടൈമിംഗ് ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. ഒന്ന് കൃഷ്ണപ്രിയ എന്ന് പറയുന്ന മിസ് മോർണിംഗ് 9 to 11 അറ്റോമിക് സ്ട്രക്ചർ ആണ് ക്ലാസ് എടുക്കുന്നത്. അതിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്ത് തരാം. ഓക്കെ, പിന്നെ മെറ്റീരിയൽ നമ്മൾ ഇന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യാം. ഓരോ ഫാക്കൾട്ടീസും നമുക്ക് തരുന്ന മെറ്റീരിയൽ ക്വസ്റ്റ്യൻസ് നമ്മൾ കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് തരുന്നുണ്ട്. ദെൻ ആഫ്റ്റർനൂൺ 3 to 4, 4 to 5, 5 to 6 കണ്ടിന്യൂസ് ആണ് മിസ്സിന്റെ ക്ലാസ്സസ്. അതും ഒരു കൃഷ്ണപ്രിയ എന്ന് പറയുന്ന മിസ് തന്നെയാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. കോർഡിനേഷൻ കെമിസ്ട്രിയിലാണ് മിസ് ക്ലാസ് എടുക്കുന്നത്. ദെൻ സൺഡേ ഇൻഓർഗാനിക് കെമിസ്ട്രിയിൽ മിസ് കോർഡിനേഷൻ കെമിസ്ട്രി കണ്ടിന്യൂ ചെയ്യും, അതായത് അത് കംപ്ലീറ്റ് ചെയ്യും. ദെൻ അശ്വതി എന്ന് പറയുന്ന മിസ് കണ്ടിന്യൂസ് ആയിട്ട് നെക്സ്റ്റ് സെഷൻ നിങ്ങൾക്ക് എടുക്കും. അപ്പോൾ നിങ്ങൾ കുറച്ച് മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കുക. കണ്ടിന്യൂസ് സെഷൻസിലും പ്രോബ്ലംസ് തന്നെ ആയിരിക്കും. നമ്മൾ പറഞ്ഞു നിങ്ങളെ പ്രോബ്ലം ചെയ്യാൻ കേപ്പബിൾ ആക്കുകയാണ് നമ്മുടെ ഉദ്ദേശം. സോ അതിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കുക. പിന്നെ നിങ്ങളുടെ ഒരു സ്ട്രാറ്റജി വേണം കേട്ടോ. നിങ്ങൾ ബുക്കൊക്കെ നിങ്ങളോട് സംസാരിക്കാൻ ഇപ്പോഴേ എനിക്ക് സമയം കിട്ടുന്നുള്ളൂ. ഓരോ ഇൻഓർഗാനിക്, ഓർഗാനിക് അതിനെല്ലാം ടൈം ടേബിൾ പ്രകാരം ബുക്സ് റെഡിയാക്കി വെക്കുക. ഒന്നുകിൽ നിങ്ങൾ പേപ്പേഴ്സിൽ കൃത്യമായിട്ട് അത് ഫോളോ ചെയ്ത് പോവുക, അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ബുക്സ് റെഡിയാക്കി വെക്കുക. ഒരു സീരിയസ്നെസ് ഉണ്ടാവും. ഓക്കെ, കൃത്യം ഈ ടൈം ടേബിൾ പ്രകാരമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്ട്രാ ബുക്കുകൾ വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചിട്ട് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുമെങ്കിൽ പ്രോബ്ലംസ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു എഫേർട്ടും കൂടി എടുക്കണം. എക്സ്ട്രാ എഫേർട്ടും കൂടി നിങ്ങൾ എടുക്കണം. ഓക്കെ, പിന്നെ സുഹൈബ് സാറ് നിങ്ങളോട് ഇതുവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് നമ്മുടെ ആപ്പിന്റെ മറ്റ് പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നേ ഉള്ളൂ. അത് ഫുൾ ആയതിനു ശേഷം നിങ്ങളോട് സാറ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും റെക്കോർഡഡ് വെർഷന്റെ അവൈലബിലിറ്റിയെ പറ്റി. യൂഷ്വലി ചിലപ്പോൾ നിങ്ങൾക്ക് ശനിയാഴ്ചകളിലൊക്കെ ചിലപ്പോൾ മിസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അതെല്ലാം ഈ ക്ലാസ്സുകളെല്ലാം റെക്കോർഡഡ് ആണ്. സാറ് അതിന്റെ എങ്ങനെ ആക്സസ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് സംസാരിക്കും നിങ്ങളോട്. ദെൻ 20th നിങ്ങൾക്ക് ഒരു എക്സാം വരും. അപ്പൊ അതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പരീക്ഷയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ മിക്സ്ഡ് ആയിരിക്കും ക്വസ്റ്റ്യൻസ് എല്ലാം. അപ്പൊ അത് നിങ്ങൾക്കൊരു റിവിഷനും കൂടെ കിട്ടും. ഓക്കെ, പിന്നീട് ഇതിൽ ആഡ് ചെയ്തിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ ക്ലാസ് നമ്മൾ 24-ന് എക്സാംസ് ആൻഡ് ഡൗട്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞ് വിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഏതെങ്കിലും ഫാക്കൾട്ടീസിന് കൂടുതൽ ക്ലാസ് എടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ അതിനുശേഷം ടീച്ചേഴ്സിന്റെ അവൈലബിലിറ്റി കൂടെ നോക്കിയിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ നിങ്ങളുടെ റെക്കോർഡഡ് ക്ലാസ്സുകൾ നമ്മൾ ഫെബ്രുവരി ഗേറ്റ് എക്സാമിന് വരെ, അതായത് ഒരു ഫെബ്രുവരി 12 വരെയെങ്കിലും ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതായത് അറൌണ്ട് ഒരു 2 months ഒരു ആക്സസിബിലിറ്റി നിങ്ങൾക്ക് കിട്ടും ഈ കോഴ്സ് കംപ്ലീറ്റ്. പിന്നെ എക്സാംസ്, സ്റ്റഡി മെറ്റീരിയൽ ആപ്പിലുള്ളതെല്ലാം നിങ്ങൾക്ക് ഒരു 2 months ആക്സസിബിലിറ്റി കിട്ടും. ഓക്കെ, അത് ഇതുവരെ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സത്യസന്ധമായി ആത്മാർത്ഥമായി ക്ലാസ്സുകൾ ഒന്ന് അറ്റൻഡ് ചെയ്യുക. ദെൻ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് ഫോം സെൻഡ് ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക. എന്നാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റൂ. പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നിങ്ങളുടെ കമന്റ്സ് എല്ലാ ഗ്രൂപ്പിലും അഭിലാഷ് എന്ന് കാണുന്ന അതാണ് ഒരു അഡ്മിനാണ് ഞാൻ, എന്നെ അറിയിക്കാം. കോഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഫാക്കൾട്ടിയെ പറ്റിയിട്ടുള്ള അഭിപ്രായം പോസിറ്റീവ് ഓർ നെഗറ്റീവ് നിങ്ങൾക്ക് നമ്മളെ അറിയിക്കാം. ഓക്കെ, നെഗറ്റീവ് കമന്റ്സ് ഉണ്ടെങ്കിൽ അത് കൂടുതൽ അറിയിക്കുക. നമുക്ക് ഫാക്കൾട്ടീസിനോട് പറഞ്ഞിട്ട് അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, 8 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മധു സാറിന് വേണ്ടിയിട്ട് ഒന്ന് ഹാൻഡ് ഓവർ ചെയ്യണം കേട്ടോ. സാറ് ക്ലാസ് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യും. താങ്ക് യു. ഇന്ന് അറീനിയസ് ഇക്വേഷൻസിനെ പറ്റിയിട്ടാണ് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു 10-12 ക്വസ്റ്റ്യൻസ്. അപ്പൊ അറീനിയസ് ഇക്വേഷൻ എന്താണെന്ന് നമുക്കറിയാം. It's a equation that gives the relationship between the rate constant as well as the temperature. Right.
റേറ്റ് കോൺസ്റ്റന്റും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് തരുന്ന ഇക്വേഷൻ ആണ് അറീനിയസ് ഇക്വേഷൻ. അപ്പോൾ അത് പല കണ്ടീഷൻസിൽ ഇപ്പോൾ അറ്റ് 2 ഡിഫറെന്റ് ടെമ്പറേച്ചറിലാണെങ്കിൽ ഇറ്റ്സ് ഇക്വേഷൻ വിൽ ബിക്കം ln k1 by k2 is equal to EA by R into 1 by T1 minus 1 by T2. ഇതിൽ A എന്ന് പറയുന്നതാണ് പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ അല്ലെങ്കിൽ അറീനിയസ് കോൺസ്റ്റന്റ്. EA is the activation energy, T is the temperature. ഓക്കെ, അപ്പൊ ഇത് വച്ച് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഇതുവരെയുള്ള CSIR എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, അതെങ്ങനെയൊക്കെ ആൻസർ ചെയ്യാം നമുക്ക് നോക്കാം. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. First question, the rate law for one of the mechanism of the pyrolysis of CH3CHO at 520 degrees Celsius and 0.2 bar is rate is equal to K2 into K1 by K4 all raised to half into CH3CHO all raised to 3 by 2. 2012 ജൂണിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ഓവറോൾ ആക്ടിവേഷൻ എനർജി എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് ചോദ്യം. അപ്പോ ആദ്യം നമ്മൾ ഇക്വേഷനിൽ നിന്ന് ഓവറോൾ റേറ്റ് കോൺസ്റ്റന്റ് എടുത്തെഴുതാം. ഓവറോൾ റേറ്റ് കോൺസ്റ്റന്റിൽ നിന്ന് നമുക്ക് ഓവറോൾ ആക്ടിവേഷൻ എനർജി എടുത്തെഴുതാൻ പറ്റും. സോ ഈ ഇക്വേഷനിലെ ഓവറോൾ റേറ്റ് കോൺസ്റ്റന്റ് ആണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ടേം K2 into K1 divided by K4 raised to 1 by 2. So Arrhenius equation prakaram we know that K is equal to A e raised to minus EA by RT ആണ്. അപ്പൊ ഇതിൽ നിന്ന് EA ഓവറോൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള EAകൾ എടുത്തെഴുതിയാൽ മതി. ഇപ്പൊ ഓവറോൾ റേറ്റ് കോൺസ്റ്റന്റ് നമുക്ക് കിട്ടി K2 into K1 divided by K4 whole raised to half ആണ്. അപ്പൊ K2ന്റെ സ്ഥാനത്ത് ഉണ്ടാകുന്ന ആക്ടിവേഷൻ എനർജി ആയിരിക്കും EA of 2. ഇനി ഇൻറ്റുവിന് പകരം പ്ലസ് കൊടുക്കുക, റേസ് ടു ദ പവർ ഹാഫിന് പകരം നമ്മൾ ലോഗരിതം എടുക്കുമ്പോൾ അത് സ്റ്റോഷിയോമെട്രി ആയിട്ട് വരും 1 by 2. K1ന് പകരം EA of 1. ഇൻറ്റു ചെയ്യുമ്പോൾ നമ്മൾ പ്ലസ് ചെയ്തു, സോ ഡിവൈഡ് ചെയ്യുമ്പോൾ മൈനസ് ചെയ്യണം. മൈനസ് again 1 by 2 EA of 4. അപ്പോ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേറ്റ് ലോയിൽ നിന്ന് ഓവറോൾ റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുക. ഓവറോൾ റേറ്റ് കോൺസ്റ്റന്റിൽ നിന്ന് നമുക്ക് ഓവറോൾ ആക്ടിവേഷൻ എനർജി ഇതുപോലെ കണ്ടുപിടിക്കാൻ സാധിക്കും. അതായത് എപ്പോഴൊക്കെ ഇവിടെ ഇൻറ്റു നടക്കുന്നു, അപ്പോൾ K2 into K1 ആവുമ്പോൾ പോസിറ്റീവ് സൈൻ ഇടുക, K1 divided by K4 ആവുമ്പോൾ നെഗറ്റീവ് സൈൻ ഇടുക. ഇനി ടു ദ പവർ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റോഷിയോമെട്രി ആയിട്ട് എഴുതുക. സോ EA ഓവറോൾ ഈസ് ഈക്വൽ ടു EA of 2 plus half into EA of 1 minus half into EA of 4. ഓപ്ഷൻ സി ആണ് ആൻസർ. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ. For a reaction, the rate constant K at 27 degrees Celsius was found to be K is equal to K is equal to 5.4
into 10 raised to 11 e raised to minus 50. അങ്ങനെയാണെങ്കിൽ activation energy എന്താണെന്നാണ് ചോദിച്ചത്. So we know that from the Arrhenius equation K is equal to A e raised to minus EA by RT. അപ്പോൾ അതേ ഫോമിൽ തന്നെയാണ് ക്വസ്റ്റ്യനിലും കൊടുത്തിട്ടുള്ളത്. 5.4 into 10 raised to 11 എന്ന് പറഞ്ഞത് പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ ആണ്. സോ മൈനസ് EA by RT ആണ് minus 50. അങ്ങനെയാണെങ്കിൽ EA by RT will be equal to 50. അപ്പോൾ ടെമ്പറേച്ചർ ഇവിടെ തന്നിട്ടുണ്ട് 27 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ. നമ്മളെപ്പോഴും കെൽവിൻ യൂണിറ്റിൽ വേണം എക്സ്പ്രസ് ചെയ്യാൻ ടെമ്പറേച്ചറിന്. സോ 273 പ്ലസ് 27 എത്ര വരും? 300 Kelvin. R is equal to ഓപ്ഷൻസിലെല്ലാം ജൂൾസ് പെർ മോളിലാണ് കൊടുത്തിരിക്കുന്നത്. സോ R is equal to 8.314 joules per Kelvin per mole. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ EA is equal to 50 into RT. So 50 into 8.314 into 300 Kelvin. ഇത് ഏകദേശം ഒരു 12,560 സംതിങ് വരും. അതായത് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. അല്ലെ 5 into 15 into 8 വരുമ്പോൾ എത്ര വരും? ഓൾമോസ്റ്റ് ഓപ്ഷൻ ഡി ആണ് ഒരു ആൻസർ. ക്ലിയർ അല്ലേ? One 24710 വരും. So option D is the answer. Next question. According to the Arrhenius equation, the rate constant and the temperature. The Arrhenius equation is actually a relationship between the rate constant and the temperature. The Arrhenius equation. ഇവിടെ ചോദിച്ചിരിക്കുന്നതെല്ലാം ln k വെച്ചിട്ടാണ്. So we have to take the natural logarithm. ln k is equal to ln a minus EA by RT. So this equation is of the form y is equal to mx plus c. C ആണ് ln a. 1 by t is x. ln k is y. അങ്ങനെ വരുമ്പോൾ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ the slope minus E by R 1 by t versus ln k. So ln k decreases linearly with 1 by t. That's the first option. 1 by t കൂടുന്തോറും ln k കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത്. So option A is the answer. Clear അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ.
The first order gaseous reaction is 25% complete in 30 minutes and 25% complete in 30 minutes at 227 degrees Celsius and 10 minutes at 237 degrees Celsius. Then what is the activation energy of the reaction? ഇവിടെ രണ്ട് ടൈപ്പ് ടെമ്പറേച്ചർ വന്നിട്ടുള്ളതാണ് ഇക്വേഷൻ. log K2 by K1 is equal to E by R 1 by T1 minus 1 by T2. So here T1 is equal to 227 degrees Celsius. That is 273 plus 227, 500 Kelvin. And T2 is equal to 273 plus 237, 510 Kelvin. First order gaseous reaction is 25% complete in 30 minutes. But T1 temperature 30 minutes is 25% complete. But in 237 T2 temperature 10 minutes complete. K2 by K1. K2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T2 ൽ 10 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ആയി. T1 30 മിനിറ്റ് എടുത്ത് കംപ്ലീറ്റ് ആവും. So this K2 by K1 will be equal to 3 times എടുക്കുന്നുണ്ട് lower temperature. By increasing 10 degrees Celsius or 10 Kelvin, അത് 1/3 സമയത്ത് കൊണ്ട് തീരും. So K2 by K1 will be taken as 3. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് activation energy ആണ്. So we will substitute all these values in this equation. When the EA is equal to EA divided by R into T2 minus T1 divided by T1 T2 is equal to ln K2 by K1. ഇതിൽ നിന്ന് EA is equal to എഴുതാം ln K2 by K1 into T1 T2 R divided by T2 minus T1. ln K2 by K1 പറഞ്ഞു 3 ആണ് into T1 500 ആണ് T2 510 ആണ് into R the value is given as 2 calories per Kelvin per mole. So, 2 calories per Kelvin per mole divided by T2 minus T1 that is 510 Kelvin minus 500 Kelvin. ഇത് ഞാൻ മോളിലേക്ക് എടുത്ത് എഴുതാണ്. എത്ര വരും? ln into 3 into 500 into 510 into 2 divided by 10. മൊത്തം multiply ചെയ്യുമ്പോൾ 5,602.9 something up there. 56,000
22.9 calories per mole എന്ന് വരും. In other words, we can put it as 55 kilocalories. Option 3 ആണ് answer. Clear ആണോ? മൂന്ന് വന്നത്. ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഓർഡർ gaseous reaction is 25% complete in 30 minutes at 227 degrees Celsius. 227 degrees Celsius എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 Kelvin അല്ലെങ്കിൽ T1 ടെമ്പറേച്ചർ ആണ്. And 10 minutes complete at 237 degree Celsius 510 Kelvin അല്ലെങ്കിൽ T2 ടെമ്പറേച്ചർ. അപ്പോൾ T2 ടെമ്പറേച്ചറിൽ 10 മിനിറ്റ് കൊണ്ട് ഒരു റിയാക്ഷൻ കംപ്ലീറ്റ് ആയി, അല്ലെങ്കിൽ 25% കംപ്ലീറ്റ് ആയി. സെയിം സാധനം T1 ടെമ്പറേച്ചർ ലോവർ ടെമ്പറേച്ചറിൽ, അതായത് 30 മിനിറ്റ്സ് പിടിക്കുന്നുണ്ട്, അതായത് 3 മടങ്ങ്. അപ്പോൾ ടൈം കൂടുതൽ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ K വാല്യൂ കുറയാന്നാണ് അർത്ഥം. അപ്പോൾ 30 മിനിറ്റ്സ് T1 ടെമ്പറേച്ചറിൽ പിടിക്കുക എന്ന് പറഞ്ഞാൽ K1ന്റെ വാല്യൂ 3 മടങ്ങ് കുറവാണ് എന്തിനേക്കാൾ, K2വിനേക്കാൾ. സോ K2/K1 എന്തായിരിക്കും? 3 ആയിരിക്കും. ക്ലിയർ ആണോ? അത് 3 വന്നത് ക്ലിയർ അല്ലേ? ക്ലിയർ ആണെങ്കിൽ മെസ്സേജ് അയക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. The temperature dependence of a reaction is given by K is equal to 80 square e raised to minus E0 by RT. The activation energy of the reaction is given by. ഇവിടെ തന്നിട്ടുള്ള ഇക്വേഷൻ മോഡിഫൈഡ് അറീനിയസ് ഇക്വേഷൻ ആണ്. അപ്പോൾ that is K is equal to 80 square e raised to minus E0 by RT. Arrhenius equation K is equal to A e raised to minus EA by RT. So first we will take the modified Arrhenius equation. We number it as 1. Put logarithm onto the equation. ln K is equal to ln A plus 2 ln T minus E0 by RT. Now put d by dt by dt of ln A plus 2 into d by dt of ln T minus E0 by R d by dt of 1 by T. So d by dt of ln A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് it is a 0. We can remove it. d by dt of ln T is 1 by T minus E0 by R. d by dt of 1 by T is minus 1 by T square. So this is equal to 2 by T plus E0 by RT square. Now
we are applying the same thing on the Arrhenius equation. This will be ln k equation ആദ്യം ln രണ്ട് സ്ഥലത്തും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ EA by RT. Now differentiating with respect to temperature, first term 0 ആയി പോയി. EA by R differentiating with respect to d by dt 1 by t and the minus 1 by t square out minus കൂടി plus ആയി EA by RT square. So we got the d by dt ln k as 2 by t plus E0 by RT square from the modified equation, and from the Arrhenius equation as EA by RT square. So we can equate these two right hand side. When this is working, EA by RT square is equal to 2 by t plus E0 by RT square. So EA is equal to RT square into 2 by t plus E0 by RT square. ഇത് ഇവിടെ RT square കോമൺ ആയിട്ട് വന്നാൽ മുകളിലുണ്ടാവും 2RT plus E0. So this RT square and RT square we can remove. So EA is equal to E0 plus 2RT. So option C is the answer. നമ്മൾ എന്താ ചെയ്തത്? മോഡിഫൈഡ് Arrhenius equationing natural logarithm എടുത്തിട്ട് d by dt വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തു. And we got that d by dt of ln k as 2 by t plus E0 by RT square for the modified equation, and for the Arrhenius equation d by dt ln k we got as EA by RT square. Then by weighting both right hand side, we got that E0 plus 2RT is equal to EA. Clear or not? Okay. Let's first study one. One of the assumptions made in the conventional activated complex theory is option A, equilibrium is maintained between reactants and the activation complex. Option B, equilibrium is maintained between the reactants and the products. Option C, equilibrium is maintained between the products and the activated complex. Option D, equilibrium is maintained between reactants, activated complex and the product. Option A ആണ് ആൻസർ. നമ്മളെ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് തിയറി പറയുമ്പോൾ എപ്പോഴും പറയുന്നതാണ് A plus B giving an activated complex that in turn gives you the product. So there is actually equilibrium between the reactants and the activation complex. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, കൂടുതൽ ക്ലാരിറ്റി ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കട്ടെ. The activation energy for the bimolecular reaction A plus BC giving AB plus C is E0 in the gas phase.
if the reaction is carried out in a conformed volume of lambda 3, the activation energy is expected to remain unchanged, increase with decreasing in lambda, decreases with the decreasing in lambda, oscillate with the decreasing lambda. ഇത് കൊളീഷൻ തിയറി വെച്ചാണ് പറയുന്നത്. കൊളീഷൻ തിയറിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൺഫൈൻ വോളിയം ലാംഡ 3 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സപ്പോസ് വോളിയം ഡിക്രീസ് ചെയ്യുകയെന്ന് വയ്ക്കുക, then the number of collisions increases. Number of collisions increase ചെയ്യുമ്പോൾ activation energy gets decreased. പെട്ടെന്ന് തന്നെ activation energy attain ചെയ്യാൻ സാധിക്കും. So option C ആണ് ആൻസർ, decrease with the decreasing lambda. ഒന്നുകൂടി പറയാം, ഒരു കൺഫേം വോളിയം ലാംഡ 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ലാംഡ 3 വോളിയം കുറയ്ക്കുകയാണെങ്കിൽ the frequency of collisions increase ചെയ്യും. When the frequency of collision increases, the activation energy decreases. So option C is the answer, decrease with the decreasing lambda. Clear, right? Yes. Next question. For a reaction with activation energy of 49.8 kilojoules per mole, the ratio of the rate constant 600 Kelvin and 300 Kelvin is approximately. ഇവിടെ രണ്ട് ടെമ്പറേച്ചർ തന്നിട്ടുള്ള റിയാക്ഷൻ ആണ്. അപ്പോൾ അറീനിയസ് ഇക്വേഷൻ log K2 by K1 is equal to EA by 2.303 R 1 by T1 minus 1 by T2. ലോഗിന് വരെ ഞാൻ എല്ലാം വെച്ചിട്ട് പ്രോബ്ലം തുടങ്ങാം. ln K2 by K1 ആണെങ്കിൽ 2.303 പോകും. EA by R T2 minus T1 divided by T1. So here it is K600 divided by K300. So ln K600 divided by K300. So T1 is actually 300 Kelvin and T2 is actually 600 Kelvin. EA is given as 49.8 kilojoules per mole. So we have joules since R is given in joules. So 49.8 into 10 raised to 3 joules per mole. കാരണം ഇവിടെ കിലോജൂൾസ് പെർ മോളിലാണ് വന്നിട്ടുള്ളത്. ഡിവൈഡഡ് ബൈ R 8.3 joules per Kelvin per mole. ഇനി T2 600 ആണ്, minus T1 is 300 divided by 600 into 300. 8.3 6 times ആണ് 49.8. 8 into 6 48 ആണ്. 0.3 into 6 1.8. So 6 എന്ന് എഴുതാം. Into 10 raised to 3 into 600 minus 300 ആയിരിക്കും.
divided by 600 into 300. Beautiful. Beautiful. ഇവിടെ 10 മാത്രം ബാക്കി. So ln k 600 divided by k 300 is equal to, we will get as 10. പക്ഷെ ചോദിച്ചിരിക്കുന്നത് എന്താ? k 600 divided by k 300 ആണ്. So k 600 divided by k 300 will be equal to e raised to 10. So the answer is option number D. Clear alle? സംശയമുണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ പോവാം. If the pre-exponential factor in the Arrhenius equation is 1.6 into 10 raised to 12 per second, the value of the rate constant at extremely high temperature will be close to. All options are 1.6 into 10 raised to 12, 4.2 into 10 raised to 12, 2.4 into 10 raised to 9, and 1.2 into 10 raised to 6. Simple question ആണത്. 2017 ജൂണിൽ ചോദിച്ചത്. Arrhenius equation k is equal to a e raised to minus a by rt ആണ്. ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻ കണ്ടീഷൻ ടെമ്പറേച്ചർ extremely high temperature means it can go up to infinity. So what will happen to this equation? അതാണ് ചോദ്യം. അപ്പോൾ അത്രയും higher temperature ആകുമ്പോൾ EA by RT becomes EA by infinity. So anything divided by infinity is actually 0. So k is equal to a e raised to minus 0 or a e raised to 0. A into 1 by e raised to 0. Anything raised to 0, 1 ആണെന്ന് അറിയാം നമുക്ക്. So k is equal to a. A യുടെ വാല്യൂ തന്നിട്ടുണ്ട് 1.6 into 10 raised to 12 per second ആണ് ആൻസർ. ഓപ്ഷൻ നമ്പർ എ ആണ് ആൻസർ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. Arrhenius equations of two chemical reactions are given. K1 is equal to A1 e raised to minus E1 by RT. K2 is equal to A2 e raised to minus E2 by RT. Also given the condition that E1 is greater than E2. Then at a given temperature, what will be the relationship between the pre-exponential factors as well as the rate constant? തന്നിരിക്കുന്നത് എന്തൊക്കെയാ? K1 is equal to A1 e raised to minus E1 by RT. K2 is equal to A2 e raised to minus E2 by RT. Suppose
dividing K1 by K2, we will get A1 by A2 e raised to minus E1 by RT e raised to plus E2 by RT. താഴെ നെഗറ്റീവ് ആയിട്ട് വരുമ്പോൾ മുകളിലേക്ക് വരുമ്പോൾ പോസിറ്റീവ് ആവും. So A1 by A2 E1 minus E1 plus E2 by RT. മൈനസ് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ e raised to minus E1 minus E2 divided by RT. ഈ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. ഇവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താ? E1 is greater than E2. So when E1 is greater than E2, E1 minus E2 will be greater than 0. അല്ലെങ്കിൽ അത് പോസിറ്റീവ് ആവും. So this whole negative term will be E1 minus E2 by RT will be positive. But e raised to minus E1 minus E2 by RT will be less than 1. Okay. We have given the condition that E1 is greater than E2. So E1 minus E2 will be positive. But e raised to minus E1 minus E2 divided by RT will be negative. This term ചെറുതായി വരികയാണ്. So when this term gets smaller, what will be the relationship between K1 by K2 and A1 by A2? That's the question. So this term ചെറുതായി വരികയാണെങ്കിൽ, in order to maintain this equation, K1 by K2 should be greater than A1 by A2. Now, when this whole term, exponential term, becomes less than 1, when E1 is greater than E2. K1 by K2 എന്ന ടേമിനേക്കാൾ വലുതായിരിക്കണം A1 by A2 എന്നുള്ളത്. Then only this equation will hold. So option A ആണ് answer. ഒന്നുകൂടി പറയാം. നമ്മൾ ചെയ്തത് എന്താ? K1 is equal to A1 e raised to minus E1 by RT. K2 is equal to A2 e raised to minus E2 by RT. We divided these two equations. Now we reached the equation like this. Then we applied the condition E1 is greater than E2. So E1 minus E2 positive ആയിരിക്കും. But e raised to minus E1 by minus E2 divided by RT will be less than 1. അപ്പോൾ ഈ ടേം ചെറുതാവുമ്പോൾ ഈ ടേം വലുതായാൽ മാത്രമേ ഈ ഇക്വേഷൻ ഇവിടെ ഹോൾഡ് ചെയ്യുള്ളൂ. അങ്ങനെ ഒരു കണ്ടീഷൻ ഫസ്റ്റ് ഓപ്ഷൻ എന്നാണ് പറയുന്നത്. K1 by K2 is greater, K1 by K2 is less than A1 by A2. Clear അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കട്ടെ. Difference between the activation energies of the reverse and forward steps of reversible reaction is 9.212 RT. If the pre-exponential factor of the forward reaction is double that of the reverse reaction at the same temperature, the equilibrium constant for the reaction at the temperature will be. നേരത്തെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ്റെ അതേ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ വരിക. Equilibrium constant K is equal to K1 by K2, where this K1 and K2 are the
ഇങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ കോൺസ്റ്റന്റ് റേറ്റ് കോൺസ്റ്റന്റ്സ് ആണ് K1 and K2. So equilibrium constant K is equal to K1 by K2, where K1 is equal to A1 e raised to minus E1 by RT, and K2 is equal to A2 e raised to minus E2 by RT. ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. The pre-exponential factor of the forward reaction is double that of the reverse reaction. അതായത് A1 is actually 2 into A2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. So K is equal to K1 by K2, which is equal to A1 നമുക്ക് എന്ത് എഴുതാം, 2A2 എന്ന് എഴുതാം. 2A2 e raised to minus E1 by RT divided by A2 into e raised to minus E2 by RT. ഇവിടെ A2 വെട്ടിപ്പോയി. 2 into e raised to minus E2 മുകളിൽ വരുമ്പോൾ പ്ലസ് E2 ആവും. അതിൽ നിന്ന് മൈനസ് പുറത്തേക്ക് എടുത്ത് വരുമ്പോൾ ഇതാവും minus E1 minus E2 divided by RT. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം, 2 into e raised to E2 minus E1 by RT. This E2 minus E1 ആണ് ഇവിടെ തന്നിട്ടുള്ള വാല്യൂ 9.212 RT. So അതെന്താവും, 2 into e raised to 9.212 RT divided by RT. ഇത് രണ്ടും പോയി. K1 by K2 is equal to 2 into e raised to 9.212. ഇനി മുകളിൽ എഴുതാണ് ln on the equation. ln K1 by K2 is equal to ln 2 plus ln യും പോയി കഴിഞ്ഞാൽ 9.212. Now converting natural logarithm to the logarithm log 2 plus 9.212 divided by 2.303. It is a വെട്ടിപ്പോയാൽ വരും. log 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.3010 plus 4, that is 4.3010. ഇനി ഇതിന്റെ ആന്റി ലോഗ് എടുക്കുകയാണെങ്കിൽ ആന്റി ലോഗ് ഓഫ് 4.3010 is 2 into 10 raised to 4, which is K1 by K2. So option number D is the answer. Clear now? Okay. It's the last question. The activation energy of a reaction reduces by 12 kilocalorie per mole in the presence of an enzyme at 300 Kelvin. Assuming the pseudo first order kinetics,
calculate the factor by which the reaction rate is increased. ഇതിന്റെ equation Kc divided by Kun is equal to e raised to lambda Ea by RT. അതായത് catalyzed reaction divided by uncatalyzed reaction is equal to e raised to delta E by RT ആണ്. ഇതിലെ delta E നമുക്ക് തന്നിട്ടുണ്ട് 12 kilocalories per mole. R ന്റെ വാല്യൂ 2 calorie per Kelvin per mole. ടെമ്പറേച്ചർ 300 കെൽവിൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര വെച്ചാണ് ഇൻക്രീസ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. സോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക e raised to 12 കിലോ കാലറി. കിലോ കാലറി എന്ന് പറയുമ്പോൾ 12 into 10 raised to 3 calorie divided by R ന്റെ വാല്യൂ 2 calorie 300 പോയി 120 divided by 6 e raised to 20. e raised to 20 യുടെ വാല്യൂ 5 into 10 raised to 8. So option D is the answer. ഇവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. Kc divided by K catalyzed is equal to e raised to delta E by RT. അതിനെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ആൻസർ കിട്ടും. ഓപ്ഷൻ നമ്പർ ഡി ആണ് ആൻസർ. e raised to 20 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 4.85 into 10 raised to 8 ആണ്. അതിന് ഇവിടെ ഏറ്റവും അടുപ്പിച്ച് കിട്ടുന്ന വാല്യൂ 5 into 10 raised to 8 ആയിരിക്കും. സോ ഓപ്ഷൻ നമ്പർ ബി അല്ല, ഓപ്ഷൻ നമ്പർ ഡി ആണ് ആൻസർ. ക്ലിയർ അല്ലേ? e raised to 20 യുടെ വാല്യൂ 4.85 into 10 raised to 8 ആണ്. കാൽക്കുലേറ്റ് ചെയ്താൽ മതി. കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ കിട്ടും. ഇന്നെടുത്തത് അറീനിയസ് ഇക്വേഷൻ ആണ്. അറീനിയസ് ഇക്വേഷനിൽ e by k is equal to a into e raised to minus ea by RT എന്നുള്ള ഇക്വേഷൻ ഈ രണ്ട് ടൈപ്പ് ഓഫ് ടെമ്പറേച്ചേഴ്സ് വരികയാണെങ്കിൽ ln K2 by K1 is equal to ea by R 1 by T1 minus 1 by T2. ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ടുള്ള ഇക്വേഷൻസ് ആണ്. സയന്റിഫിക് ടേബിൾസ് ഇപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് എക്സാം അല്ലേ, അപ്പൊ പിന്നെ സയന്റിഫിക് ടേബിൾസ് യൂസ് ചെയ്യാൻ പ്രശ്നം വരില്ല. അതിൽ കാൽക്കുലേറ്റർ തന്നെ ഉണ്ടാവും. ഈ രണ്ട് പ്രോബ്ലം ഇക്വേഷൻസ് വെച്ചിട്ടുള്ള ഒരുവിധ എല്ലാ പ്രോബ്ലംസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ തിയറി ഓഫ് യൂണിമോളിക്കുലർ റിയാക്ഷൻസും എൻസൈം കറ്റാലിസിസും എടുത്ത് നമുക്ക് കെമിക്കൽ കൈനറ്റിക്സ് ഒരുവിധം കംപ്ലീറ്റ് ചെയ്യാം. ഒന്ന് ഹോൾഡ് ചെയ്യൂ. അഭിലാഷ് സാർക്ക് സംസാരിക്കാനുണ്ടോ ചോദിക്കട്ടെ. 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യും.
ഹലോ, ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? അത്യാവശ്യം പാർട്ടിസിപ്പേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഫീഡ്ബാക്ക് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നമ്മൾ ഫീഡ്ബാക്ക് ഫോം ഇടും. അതിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം. റിമാർക്സ് എന്ന് പറയുന്ന കോളത്തിൽ നിങ്ങളുടെ സാറിന് പറ്റിയുള്ള നിങ്ങളുടെ കമന്റ് നിങ്ങൾ കൃത്യമായിട്ട് ഇട്ടു തരണം. ഓക്കെ, അപ്പൊ നമ്മൾ സാറിനോട് ആ സജഷൻസ് എല്ലാം കൊടുത്ത് നമ്മൾ ഇനിയും ഇംപ്രൂവ് ചെയ്യാനാണ്. കുറച്ച് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു എങ്ങനെയാണ് നമ്മുടെ എക്സാം കണ്ടക്ട് ചെയ്യുന്നതെന്ന്. എക്സാം നമ്മുടെ ആപ്പ് റെഡി ആയ ഉടൻ തന്നെ അതിലാണ് നമ്മൾ എക്സാംസ് എല്ലാം അവൈലബിൾ ആക്കി തരുന്നത്. ഓക്കെ, നിങ്ങൾ കൂടുതൽ എക്സാംസ് എഴുതുമ്പോഴും നിങ്ങൾക്ക് കൂടുതൽ പ്രാക്ടീസ് കിട്ടും നമ്മുടെ എക്സാം ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ഓക്കെ, നമ്മള് നിങ്ങളോട് പറഞ്ഞത് ഒരു 15 എക്സാം ആണ്. നമ്മൾ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. കാര്യം ഈ കോഴ്സിന്റെ അവസാനം ഗേറ്റിന് മുന്നേ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസും എല്ലാം അപ്ലോഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതാണ്. ഓക്കെ, മിനിമം ഇത്രയും എക്സാംസ് നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. അത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് റിവിഷൻ നടത്താനും ഒക്കെ സഹായകമായിരിക്കും എക്സാം. അതുകൊണ്ട് എക്സാംസ് ആപ്പ് നമ്മൾ റെഡി ആയ ഉടൻ തന്നെ അത് അനൗൺസ് ചെയ്യും. നിങ്ങൾക്ക് ആപ്പിൽ നിന്ന് എക്സാംസ് അവൈലബിൾ ആക്കാം. ആപ്പ് റെഡി ആകുമ്പോൾ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്, എക്സാംസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ നിന്ന് കിട്ടുന്നതാണ്. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മക്കളെ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം, ഇന്ററാക്ട് ചെയ്യാം. പിന്നെ നാളത്തെ മെറ്റീരിയൽ നമ്മൾ അപ്ലോഡ് ചെയ്യും, ക്ലാസ് ലിങ്കുകളെല്ലാം അപ്ലോഡ് ചെയ്യും. സെഷൻസ് നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക. കാര്യം ടീച്ചേഴ്സ് വളരെ പണിപ്പെട്ടാണ് നമ്മൾ അവരെ കൊണ്ടുവന്നിട്ടുള്ളത്. കൃഷ്ണപ്രിയ എന്ന് പറയുന്ന മിസ്സിന് ഒരു സെഷനേ ഉള്ളൂ. ആ സെഷനിലെ മിസ്സിന് ക്വസ്റ്റ്യൻസ് എല്ലാം ഫിനിഷ് ചെയ്യണം. അപ്പോ നിങ്ങൾ അതിനനുസരിച്ച് പേസ് കീപ്പ് ചെയ്ത് നിൽക്കണം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചോദിക്കാം, നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാം. നിങ്ങളത് ഞാൻ അൺമ്യൂട്ട് ചെയ്യാം. അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നം, നിങ്ങളൊന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ അൺമ്യൂട്ട് ചെയ്ത് തരാം. ഇന്നത്തെ ക്ലാസ് മെറ്റീരിയൽ, ഇന്നലത്തെ ക്ലാസിന്റെ മെറ്റീരിയൽ സാർ പ്രൊവൈഡ് ചെയ്തിരുന്നില്ലേ? ഫസ്റ്റ് ഡേയിൽ പ്രൊവൈഡ് ചെയ്തത് ഈ 3 ക്ലാസിന്റെ മെറ്റീരിയൽ ആണ് സാറ് തന്ന. ഇല്ല, നിങ്ങൾക്ക് ആപ്പിന്റെ ആക്സസിബിലിറ്റി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് സുഹേബ് സാർ കൃത്യമായി പറഞ്ഞു തരും. ഞാൻ പറയുന്നത് ഒരു ഫൈനൽ വേർഡായിട്ട് എടുക്കണ്ട. നിങ്ങൾക്ക് ഈ വിട്ടുപോകുന്ന ക്ലാസ്, പിന്നെ വിട്ടുപോകുന്ന മെറ്റീരിയൽസ് യൂട്യൂബിൽ നമുക്ക് എന്നും സ്ട്രീം ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, അത് പോസിബിൾ അല്ല. ഓക്കെ, ഒരു 2-3 ഡേയ്സും കൂടെ അത് അവൈലബിൾ ആക്കുമെന്ന് തോന്നുന്നു. അപ്പോ ബാക്കിയെല്ലാം ഈ ആപ്പ് റെഡി ആയി കഴിഞ്ഞാൽ, ആപ്പ് ഓൾറെഡി ഉണ്ട്. നിങ്ങൾ എഫറിന്റെ ആപ്പ് നിങ്ങളൊന്ന് ഗൂഗിൾ പ്ലേ സ്റ്റോർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോ നമ്മുടെ കെമിക്കൽ സയൻസ് എന്ന് പറയുന്ന കോഴ്സിന് വേണ്ടിയിട്ട് അത് റെഡി ആവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം അത് റെഡിയാക്കാന്ന് പറഞ്ഞിരിക്കുകയാണ്. ഓൺസ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതിന് പകരം ഒന്ന് ഇത്രയും ക്ലാസ് ഒക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാന്ന് വെച്ചിരിക്കുക. അപ്പോൾ അത് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ റെക്കോർഡഡ് വേർഷൻ, ഈ എക്സാംസ്, ഈ മെറ്റീരിയൽസ് എല്ലാം ഒരു അറൗണ്ട് ഗേറ്റ് വരെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതിന് തുച്ഛമായ ഫീസ് എന്തേ ഉള്ളൂ, 1000 റുപ്പീസ് മറ്റേ ഉള്ളൂ. നിങ്ങൾക്കറിയാം ഓരോ സെന്റേഴ്സിന്റെ എക്സാം പാനൽ മാത്രം വാങ്ങുന്നതിന് 1500 രൂപ മറ്റൊക്കെയാണ്. അപ്പോൾ ഇത് ആ ആപ്പിൽ നിങ്ങൾ കാണുന്ന അനുസരിച്ചിട്ട് ആപ്പിന് ഒരു ചാർജ് ഉണ്ടാവും, അത് മാത്രമാണ്. അതിനെ പറ്റിയിട്ട് എനിക്ക് കൂടുതൽ അറിയത്തില്ല കേട്ടോ. അത് നിങ്ങളോട് സുഹേബ് സാർ തന്നെ സംസാരിക്കും. ഓക്കെ, ഞാൻ അറിയാത്ത കാര്യം പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം സാർ. നാളത്തെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ ആപ്പ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. ആപ്പ് നിങ്ങൾക്ക് ഫ്രീ ആക്സസ് കിട്ടുന്ന ഒരു സാധനമല്ല കേട്ടോ. നിങ്ങൾക്ക് ലൈവ് സെഷൻസ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. ഫ്രീ കോഴ്സ് മീൻസ് ഫ്രീ ലൈവ് സെഷൻസ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. ആപ്പ് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. എന്റെ നിലവിലുള്ള അറിവിൽ അങ്ങനെയാണ്. എക്സാമിന് നിങ്ങൾക്ക് അഡീഷണൽ ഫീ ഒന്നും അടയ്ക്കേണ്ട, ആപ്പിന്റെ അകത്ത് എല്ലാം ആക്സസ് ചെയ്ത് കിട്ടും. ഇന്നലത്തെ ക്ലാസിന്റെ മെറ്റീരിയൽ ഞാൻ പറഞ്ഞല്ലോ, 3 ഡേയ്സിന്റെ മെറ്റീരിയലാണ് സാർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ഈ 3 ദിവസത്തെ അത് നിങ്ങൾക്ക് തരുന്നതെന്ന് വെച്ചാൽ ഓരോരോ ഫാക്കൾട്ടീസ് ആണ് മെറ്റീരിയൽ റെഡിയാക്കി തരുന്നത്. ഓക്കെ, ആ ഫാക്കൾട്ടി തരുന്ന സാധനങ്ങളാണ് നമ്മൾ പ്രോസസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു ടീച്ചേഴ്സിന്റെ ഫീഡ്ബാക്ക് വരുമ്പോൾ കൺസിഡറിങ് ദ മെറ്റീരിയൽ, അവരുടെ ക്ലാസ് എല്ലാം കൺസിഡർ ചെയ്തിട്ട് ഫൈനൽ ഫീഡ്ബാക്ക് ഫോം ഫില്ല് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ റെഗുലർ ബാച്ച് തുടങ്ങുമ്പോൾ ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് ടീച്ചേഴ്സിനെ ഫിക്സ് ചെയ്യുന്നത്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്?
ഇല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്തോട്ടെ. അപ്പൊ നാളെ കാണാം. അതിന്റെ ഡീറ്റെയിൽസും മറ്റും ഗ്രൂപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്തേക്കാം. എന്നിട്ട് നാളെ നമുക്കൊരു ലോങ് ജേർണി ഉണ്ട്, അതിന് പ്രിപ്പയർഡ് ആവുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.